Hi everyone. So, ഇന്ന് നമ്മൾ ടെൻസസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് തന്നെ ടെൻസസ് എടുത്തത് എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ നമ്മുടെ ഇത്തവണത്തെ KLEE 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വി ഹാഡ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഐഡന്റിഫൈങ് ദ വേർബ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഗ്രാമറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ടെൻസസ്. ടെൻസസ് ഈസി ആൻഡ് ഡിഫിക്കൽട്ട് അറ്റ് ദ സെയിം ടൈം ആണ്. പക്ഷെ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ടെൻസസ് പഠിക്കാം എന്നാണ് നോക്കുന്നത്. ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ ടെൻസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി വേർബ്സ് എന്നുള്ള ടോപ്പിക് എടുക്കുമ്പോഴാണ് നമ്മൾ ടെൻസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറ്. അപ്പോൾ അത് ഒരുപാട് എലോബറേറ്റഡ് ആയിട്ട് പോകും എന്നുള്ളത് കൊണ്ട് വി ആർ മേക്കിംഗ് എ ക്ലാസ് ഫോർ ജസ്റ്റ് ഫോർ ടെൻസസ്. ഓക്കെ, സോ ഹിയർ വി ഹാവ് 3 sentences. നമ്മൾ ഇത് ജസ്റ്റ് ഒരു ബിഗിനർ ലെവൽ ടെൻസസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ്, 3ഉം വിവിധ ടെൻസിലുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. മൈ ഫാദർ ഗേവ് മീ എ ന്യൂ വാച്ച്. ഓക്കെ, ആദ്യത്തെ സെന്റൻസ് മൈ ഫാദർ ഗേവ് മീ എ ന്യൂ വാച്ച് എന്നുള്ളതാണ്. നമ്മളൊരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അത് ഏത് ടെൻസിലാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക. അതായത് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി എപ്പോഴാണ്, ദ ടൈം ഓഫ് ടേക്കിംഗ് പ്ലേസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇവന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ മൈ ഫാദർ ഗേവ് മീ എ ന്യൂ വാച്ച് എന്നുള്ളത് ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ് അല്ലേ. എൻ്റെ അച്ഛൻ എനിക്കൊരു പുതിയ വാച്ച് തന്നു. അത് പാസ്റ്റിലാണ്, കഴിഞ്ഞ കാര്യമാണ്, ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. I give a rent of rupees 1,500 for this house. I give a rent of rupees 1,500 for this house എന്ന് പറയുന്നത് ഇപ്പൊ നടക്കുന്ന കാര്യം. അതായത് ഈ വീടിന് ഞാൻ 1,500 രൂപ റെന്റ് ആണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ഹാപ്പനിങ് നൗ. Third sentence is we shall give an application for a scholarship. We shall give an application for a scholarship, meaning ഫ്യൂച്ചറിലുള്ളതാണ്. അതായത് ഞാൻ ഈ സ്കോളർഷിപ്പിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫൈൻ. സോ നമ്മൾ മെയിൻ ആയിട്ട് വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ടെൻസസ് എന്തൊക്കെയാണ്? പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ അല്ലെ. ഇനി ദ കൺഫ്യൂസിങ് സ്റ്റഫ് ഇസ് വെൻ എന്താണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നത് ഇപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ടെൻസസ് എന്ന് പറയുന്ന ഗ്രാമർ പോർഷൻ ഡിഫിക്കൽട്ട് ആയിട്ട് മാറുന്നത് അല്ലെ. സോ വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് എ ലിറ്റിൽ സിമ്പിൾ. ഓക്കെ, നമ്മുടെ KLEE സിലബസ് ഇസ് നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുന്ന അത്രേ നിങ്ങളുടെ സിലബസിലുള്ളൂ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ ഇസ് നോട്ട് ദെയർ ഇൻ യുവർ സിലബസ്. അപ്പോൾ ടെൻസസ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഓരോ മെയിൻ ടെൻസ് എടുത്താലും ലൈക്ക് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ 3 കാറ്റഗറി ആയി എടുത്തു. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എടുത്താലും ഈ ഓരോന്നിന്റെ താഴെയും യു ഹാവ് 4 സബ് കാറ്റഗറീസ്. ഓക്കെ, ഇപ്പൊ പ്രസന്റിന്റെ താഴെ 4 സബ് കാറ്റഗറീസ്, പാസ്റ്റിന്റെ താഴെ 4 സബ് കാറ്റഗറീസ്, ഫ്യൂച്ചറിന്റെ താഴെ 4 സബ് കാറ്റഗറീസ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ആദ്യം പ്രസന്റിനെ കുറിച്ച് പഠിക്കുന്നു, അതിന്റെ 4 ഡിഫറെന്റ് ടൈപ്സ് പഠിക്കുന്നു. പാസ്റ്റ് എടുക്കുന്നു, അതിന്റെ 4 ഡിഫറെന്റ് ടൈപ്സ് പഠിക്കുന്നു. ഫ്യൂച്ചർ എടുക്കുന്നു, അതിന്റെ 4 ഡിഫറെന്റ് ടൈപ്സ് പഠിക്കുന്നു. സോ ടോട്ടൽ 4 3s are 12 കാറ്റഗറീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. നമ്മൾ പ്രസന്റ് ആണ് ഇപ്പോ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ ഗിവ്. എന്താണ് ഐ ഗിവ്? മീൻസ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, പ്രസന്റ് ഇൻഡെഫിനിറ്റ് എന്നുള്ളത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആൻഡ് ഇറ്റ് സൗണ്ട്സ് കോംപ്ലിക്കേറ്റഡ്. സോ സിമ്പിൾ പ്രസന്റ് ഇസ് എന്താണ്? ഐ ഗിവ്. ഐ ഗിവ്. നെക്സ്റ്റ് നോക്കിക്കേ, ഐ ആം ഗിവിങ്. ഐ ആം ഗിവിങ്. ദിസ് ഇസ് പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഐ ഹാവ് ഗിവൻ. ഐ ഹാവ് ഗിവൻ. Present perfect. And then we have I have been giving. I have been giving. ഇനി ഈ 4 സെന്റൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്താണ് ഇതിന്റെ വ്യത്യാസം,
Why are there 4 categories and what is their significance? എന്ന് നോക്കാം. ഇനി ആദ്യത്തെ ഇടം നമ്മൾ എടുത്തു, അതായത് ഐ ഗിവ്, വിച്ച് ഈസ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഐ ഗിവ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇറ്റ് ഈസ് അബൌട്ട് ആൻ ആക്ഷൻ, എ പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആൻ ആക്ഷൻ. ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ വെറുതെ പറയുന്നു, ഐ ഗിവ്, അത്രേ ഉള്ളൂ. ഐ ഗിവ് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നു. അത് ആക്ഷൻ കംപ്ലീറ്റ് ആയെന്നോ ആക്ഷൻ കംപ്ലീറ്റ് ആയില്ല എന്നോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിപ്ഷനും അതിലില്ല. ഐ ഗിവ്, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ആയി പറയുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയാം. ഓക്കെ, സി നമുക്ക് ഇപ്പൊ ടെൻസസ് പഠിക്കുമ്പോൾ ഈ 4 കാറ്റഗറീസും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ബട്ട് ദാറ്റ് വിൽ ഓൺലി മേക്ക് തിങ്സ് വേഴ്സ്. അപ്പോൾ ഐ ഗിവ് എന്ന് നമ്മൾ എടുത്തു, മീനിങ് എന്താ, ജസ്റ്റ് പറയുന്നു, പ്ലെയിൻ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. ഐ ആം ഗിവിങ്. ഐ ആം ഗിവിങ്, അതായത് ദിസ് ഈസ് an action of giving is continuing. ആക്ഷൻ ഓഫ് ഗിവിങ് കണ്ടിന്യൂ ആണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നോട്ട് കംപ്ലീറ്റ്. ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ടൈം ഓഫ് സ്പീക്കിംഗിന്റെ സമയത്ത് എന്താണ്, ഇത് കംപ്ലീറ്റ് അല്ല. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇത് ഞാൻ പറയുന്ന സമയത്ത് അതവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് അത് കംപ്ലീറ്റ് ആയിട്ടില്ല ആ ആക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. മീനിങ് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന സമയത്തും ഇറ്റ് ഇസ് ഹാപ്പനിങ് ആൻഡ് ഇറ്റ് ഇസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. Now let's look at the next sentence. I have given. I have given. I have given എന്ന് പറയുന്നത് ഈ നമ്മൾ കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സം ആക്ഷൻ ഓഫ് ഗിവിങ്, കൊടുക്കുന്ന എന്തോ ഒരു സാധനം കൊടുക്കുന്നുണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെന്റൻസ് ഷോസ് ദി ആക്ഷൻ ഓഫ് ഗിവിങ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്, അല്ലെങ്കിൽ എന്താണ്, പെർഫെക്റ്റഡ്. നമ്മൾ പറയുന്ന കാര്യം, ആ ആക്ടിവിറ്റി ഹാസ് ബീൻ കംപ്ലീറ്റഡ്, അത് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് പെർഫെക്റ്റഡ് എന്ന് ഉദ്ദേശിച്ചത്, ദാറ്റ് ആക്ടിവിറ്റി ഈസ് ഡൺ. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്, ബിക്കോസ് ദാറ്റ് ആക്ടിവിറ്റി ഇസ് ഓവർ ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഓർ perfected. That is why it is called as present perfect. ഇനി അടുത്തത്, I have been giving. I have been giving എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു അബൌട്ട് സ്റ്റേറ്റ്മെന്റ്, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ്, കൊടുക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്, കൊടുത്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂഷൻ ഉള്ള ഒരു ആക്ടിവിറ്റി അല്ലെ, നമ്മൾ പറയുമ്പോഴും അതവിടെ നടക്കുന്നുണ്ട്. മൂന്നാമത്തത് കഴിഞ്ഞു, അത് ചെയ്ത് കഴിഞ്ഞു, ആൻഡ് ഇറ്റ് ഈസ് പെർഫെക്റ്റഡ്. കഴിഞ്ഞു എന്നോ പെർഫെക്റ്റഡ് എന്നോ എന്തോ നമ്മൾ എന്ത് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അതിനെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നു. ഇനി വാട്ട് ഇസ് ദിസ് ആക്ടിവിറ്റി, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് സം ടൈം ഇൻ ദ പാസ്റ്റ്, ആ ആക്ടിവിറ്റി പാസ്റ്റിൽ എപ്പോഴോ, മുന്നേ എപ്പോഴോ ആണ് സ്റ്റാർട്ട് ആയത്, ആൻഡ് ഹാസ് ഗോൺ ഓൺ കണ്ടിന്യൂസ്ലി ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഓക്കെ, അതായത് മുന്നേ എപ്പോഴോ തുടങ്ങിയ ഒരു ആക്ടിവിറ്റി, എപ്പോഴോ തുടങ്ങി, പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിച്ച് ഇസ് നോട്ട് യെറ്റ് കംപ്ലീറ്റ്. മനസ്സിലായോ, വിച്ച് ഇസ് നോട്ട് യെറ്റ് കംപ്ലീറ്റ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അതിനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ആക്ടിവിറ്റി ഹാസ് സ്റ്റാർട്ടഡ് ആൻഡ് ഓൾസോ ഇതെന്താണ്, ഇപ്പോഴും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇറ്റ് ഈസ് നോട്ട് യെറ്റ് കംപ്ലീറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ, ഇറ്റ്സ് നോട്ട് യെറ്റ് കംപ്ലീറ്റ്. സോ നമുക്ക് ഒരു ആക്ഷൻ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സെന്റൻസിൽ നമുക്ക് ആ ടൈം ഓഫ് ആക്ഷൻ മാത്രമല്ല, ആ ആക്ടിവിറ്റി എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയോ,
അതോ അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നും എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ടെൻസ് കാണുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഓക്കെ, ഇറ്റ് ഇസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്, അല്ലെങ്കിൽ അത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. എന്താണ് അതിന്റെ പ്രോഗ്രസ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? If we look at the tense, we'll have an idea about the progress of the activity അല്ലെ. Okay, so these are the 4 types. Now we are going to past tense. It also has 4 forms, naming simple, continuous, perfect and perfect continuous. നമുക്കിവിടുത്തെ വേർഡ്സ് നോക്കാം. എല്ലാം സെയിം സെന്റൻസസ് ആണ്. നമ്മൾ ഗിവ്, ഗേവ്, ഗിവൺ അത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഐ ഗേവ്, ഐ ഗേവ്, സിമ്പിൾ പാസ്റ്റ്. അവിടെ എന്തായിരുന്നു? ഐ ഗിവ് എന്തായിരുന്നു? സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഐ ഗേവ് എന്താ? സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സോ ഹിയർ this sentence, the verb in this sentence is said to be in a simple past tense because it makes a simple statement of an action and the action of giving without indicating definitely whether the action is complete or not. In that sense, the statement is indefinite. ഇതിനെ സിമ്പിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ കംപ്ലീറ്റ് ആണോ അല്ലേന്ന് നമുക്ക് അറിയില്ല. പക്ഷെ എന്താണ്, ഒരു ആക്ഷൻ ഓഫ് ഗിവിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇൻഡെഫിനിറ്റ് എന്ന് നമ്മളതിനെ പറയുന്നത്. ഓക്കെ, അടുത്ത സെന്റൻസ് എന്താ? ഐ വാസ് ഗിവിംഗ് അല്ലെ. ഐ വാസ് ഗിവിംഗ്. ഇവിടെ ആക്ഷൻ ഓഫ് ഗിവിംഗ്, ആ കൊടുക്കുന്ന കാര്യം സം ടൈം ഇൻ ദ പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നടന്നു കഴിഞ്ഞ കാര്യമാണ്, കുറച്ചു നേരം അത് ഹാപ്പൻ ചെയ്തു, കുറച്ച് ഫോർ എ പീരിയഡ് ഓഫ് ടൈം ഇറ്റ് ഹാപ്പൻ. എന്താണ് ഈ കൊടുക്കുന്നത്? വാസ് ഗിവിംഗ്, കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് പാസ്റ്റ് കണ്ടിന്യൂസ്. That's why we call it past continuous. Okay. അടുത്തത് I had given. I had given. ഇതിനെ പെർഫെക്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രസന്റ് ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ദി ആക്ഷൻ ഹാഡ് ബിൻ കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ് അല്ലെങ്കിൽ പെർഫെക്റ്റഡ് ബിഫോർ സം അതർ ആക്ഷൻ ഓർ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. അതായത് സം ടൈം ഇൻ ദ പാസ്റ്റിൽ തന്നെ എന്താണ്, ആ ആക്ഷൻ നടന്നു കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് വിളിക്കുന്നത്. ഓക്കെ, ഇനി 2 പാസ്റ്റ് ആക്ഷൻസ് നമുക്ക് മെൻഷൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, 2 പാസ്റ്റ് ആക്ഷൻസ് അറ്റ് എ ടൈം മെൻഷൻ ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ is used for the earlier of the two and the simple past for the later. 2 ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഇരിക്കുന്നത് ഏതാണോ അതാണ് ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? സിമ്പിൾ പാസ്റ്റ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് സിമ്പിൾ പാസ്റ്റ് ഫോർ ദ ലേറ്റർ ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് ഫോർ ദി ഏർലിയർ. ഓക്കെ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഐ ഹാഡ് ഗിവൻ ഹിം ₹5,000 ബിഫോർ ഐ ലെഫ്റ്റ് ഫോർ ബോംബെ. ഇത് പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കാം. ഐ ഹാഡ് ബിൻ ഗിവിംഗ്. എന്താണ്? ഐ ഹാഡ് ബിൻ ഗിവിംഗ്. ഇവിടെ ഈ ആക്ഷൻ, ഈ ആക്ടിവിറ്റി പാസ്റ്റിൽ, അതായത് കഴിഞ്ഞുപോയ പാസ്റ്റില് സം പോയിന്റ് ഓഫ് ദ പാസ്റ്റില് ഇത് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് കുറച്ചു നേരം കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ആക്ഷൻ ഓഫ് ഗിവിംഗ് വിച്ച് സ്റ്റാർട്ടഡ് sometime in the past and had been continuing, എന്താണ്, interruption ഒന്നും ഇല്ലാതെ it had been continuing uninterruptedly till another late action or point of time in the past. interruption ഒന്നും ഇല്ലാതെ
അറ്റ് സം പോയിന്റ് അല്ലെങ്കിൽ അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ് ഈ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എപ്പോഴോ ഒരു പോയിന്റ് ആയപ്പോൾ അത് നിന്നു, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നടന്നു. എന്നിട്ട് ഏതോ ഒരു പോയിന്റിൽ അത് നിൽക്കുകയും ചെയ്തു. ഓക്കെ, I had been, example നോക്കാം നമുക്ക്, I had been giving him financial help till he got a good job in the railways. അപ്പൊ എന്താണ് ഇത്? അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ് ഇത് കുറച്ചു കാലം നടന്നു അല്ലെ. ഐ ഹാഡ് ബിൻ ഗിവിംഗ് ഫിനാൻഷ്യൽ ഹെൽപ്പ് അയാൾ കൊടുത്തുകൊണ്ടിരുന്നു. എപ്പോ വരെ? റെയിൽവേസിൽ നല്ലൊരു ജോലി കിട്ടുന്നത് വരെ. അതാണ് ഒരു കണ്ടീഷൻ പോലെ. അതാണ് ദാറ്റ് ഇസ് ദി അതർ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് വെയർ ദിസ് ആക്ടിവിറ്റി സ്റ്റോപ്ഡ്. മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ നമ്മള് പ്രസന്റ് കഴിഞ്ഞു, പാസ്റ്റ് കഴിഞ്ഞു. Now we are going into the future tense. The future tense. Ivadim we have 4 varieties, 4 forms, and the first one is I shall give. I shall give. Simple present, simple past, simple future അല്ലെങ്കിൽ indefinite. Future indefinite. ഇതെന്താണ്? It is said to be future indefinite because ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആൻ ആക്ഷൻ ടു ബി പെർഫോംഡ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്. അത് നടക്കുമോ നടക്കില്ലേ അല്ലെങ്കിൽ വേറെ ഒരു ഡീറ്റെയിൽസും ഇല്ല, സിമ്പിൾ. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. I shall be giving. എന്താണ്? I shall be giving. I shall be giving. I shall be giving. Let's see. Here, എന്താണ്? This action will be continuing for a certain period of time in the future, and hence it is called as future continuous tense. അതായത് ഐ ഷാൽ ബി ഗിവിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് കുറച്ചു നേരം നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അതൊരു കണ്ടിന്യൂ ചെയ്ത് നടക്കുന്ന ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയിരിക്കും. എപ്പോ? ഫ്യൂച്ചറിൽ എന്നാണ് പറയുന്നത്. എന്ത്? ഐ ഷാൽ ബി ഗിവിംഗ് എന്നുള്ളത്. Now let's take a look at the other sentence. I shall have given. I shall have given എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പെർഫെക്റ്റ് ആ സംഭവം. അതായത് സം ടൈം ഇൻ ദ ഫ്യൂച്ചറിൽ ഈ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. മനസ്സിലായോ? ദാറ്റ് ദിസ് ആക്ഷൻ വിൽ ബി കംപ്ലീറ്റഡ് ഓർ പെർഫെക്റ്റഡ് ബൈ a certain period of time. Perfected by a certain point of time in the എന്താണ്? In the future. In the future. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എവിടെയാണ്? സം പോയിന്റ് ഇൻ ഫ്യൂച്ചറിൽ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അതാണ് എന്ത്? ഇതിന്റെ the total emphasis is the completion of the action by a certain point of time in the future. Okay, and the next sentence is I shall have been giving. എന്താണ്? I shall have been giving. Okay, I shall have been giving. ഇവിടെ എന്താണ്? The action. This action indicates that this action was in progress. Okay, ഇത് ഫ്യൂച്ചറിൽ കുറച്ചു കാലം ഒരു certain period of ടൈമിൽ this will take place. This will continue uninterruptedly up to a certain point of time in the future. മനസ്സിലായോ? അതായത് ഫ്യൂച്ചറിൽ ഇന്ന പീരിയഡ് മുതൽ ഇന്ന പീരിയഡ് വരെ ഒരു ഇന്ററപ്ഷനും ഇല്ലാതെ ഈ ആക്ടിവിറ്റി നടക്കും എന്നുള്ളതാണ് എന്ത്? നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, and there is an example for the same. By January 1995, I shall have been giving him a monthly stipend for 10 long years. ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം ഒരു certain period of ടൈമിൽ ഇന്ററപ്ഷൻ ഇല്ലാതെ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ,
Now, let's see this table and take a look at this table. നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടെ സമ്മറൈസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് തന്നിരിക്കുകയാണ് ദിസ് ഹോൾ ടേബിൾ. ഓക്കെ, നോക്കാം. ആദ്യം സിമ്പിൾ. അത് ഏതൊക്കെയുണ്ട്? പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇസ് ദേർ. ഷീ റീഡ്സ് ബുക്സ്. എന്താണ്? ഷീ റീഡ്സ് ബുക്സ്. ഇത് പാസ്റ്റിലേക്ക് ആകുമ്പോൾ എന്താവും? ഷീ റെഡ് എ ബുക്ക്. ഷീ റെഡ് എ ബുക്ക്. ഇനി ഫ്യൂച്ചറിലാവുമ്പോൾ എന്താ? അവള് ബുക്ക് വായിക്കും. ഷീ വിൽ റീഡ് a book. She will read a book. Now, continuous. Present continuous ആണെങ്കിൽ she is reading a book. അവളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. You know, she is reading a book. അടുത്ത എന്താ? പാസ്റ്റിലാണെങ്കിലോ she was reading a book. അവളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She was reading a book. And in future it will be she will be reading a book. അവൾ ഫ്യൂച്ചറിൽ ബുക്ക് വായിക്കുമായിരിക്കും എന്ന് പറയില്ലേ, കണ്ടിന്യൂഷൻ. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ she has read several books this year. She has read several books this year. ഇനി അത് പാസ്റ്റ് ആകുമ്പോഴാണെങ്കിലോ she had read the book before the meeting. ഫ്യൂച്ചറിലേക്ക് ആക്കുമ്പോൾ she will have read the book by tomorrow. She will have read the book by tomorrow. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ she has been reading a book for 2 hours എന്തായാലും. ഇനി പാസ്റ്റിലേക്ക് എടുക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ she had been reading a book for an hour when they arrived. Ini, she will have been reading a book for 2 hours by the time we arrive. എന്നായിരിക്കും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരിക. ഇനി ആഫ്റ്റർ സ്റ്റഡിങ് ഓൾ ദീസ് 4 നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആൻഡ് എക്സാമ്പിൾസ് ഒക്കെ ആദ്യം വെച്ച് നോക്കിയ പോലെ അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് you can take a look at this table and understand. നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, എന്തൊക്കെ മനസ്സിലായില്ല എന്ന് നോക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഒരു ബുക്ക് വെച്ച് എന്താ പറയാ മറച്ചു വെച്ചിട്ട് പ്രസന്റ് വായിക്കുക. എന്നിട്ട് എന്തായിരിക്കും അതിന്റെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ വരിക എന്ന് ഗസ് ചെയ്യാം. and you can do the same with the other 2. ഫ്യൂച്ചർ നോക്കിയിട്ട് ബാക്കി 2 ഗസ് ചെയ്യാം, പാസ്റ്റ് നോക്കിയിട്ട് ബാക്കി 2 ഗസ് ചെയ്യാം. so that you will get an idea how to do it. യൂഷ്വലി നമുക്ക് എക്സാംസിന് വാട്ട് ഈസ് എ വേർബ് അല്ലെങ്കിൽ വാട്ട് ഈസ് എ പ്രൊപ്പസിഷൻ എന്നങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നില്ല ഈ വർഷം വരെ. ബട്ട് ദിസ് ഇയർ യു ഹാഡ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഐഡന്റിഫൈ ദ വേർബ്. സോ എന്തുകൊണ്ട് ഐഡന്റിഫൈ ദ ടെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യു പീപ്പിൾ. അതുകൊണ്ടാണ് നമ്മൾ ടെൻസ് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ ആക്കിയിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിൽ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. സാധാരണ നമുക്ക് എക്സാമിന് ഇപ്പൊ ഈ വർഷം ഒഴിച്ച് അതിനു മുന്നേ വരെ ഇപ്പോൾ ഐഡന്റിഫൈ ദ വേർബ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ദിസ് ടെൻസ് അല്ലെങ്കിൽ ദാറ്റ് ടെൻസ് എന്ന ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ടായിരുന്നില്ല. പക്ഷെ ഫ്രം ദിസ് ഇയർ ഓൺവേർഡ്സ് വി ഹാഡ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഐഡന്റിഫൈ ദ വേർബ് ഇൻ ദിസ് സെന്റൻസ് അല്ലെങ്കിൽ പ്രൊപ്പസിഷൻ ഇൻ ദിസ് സെന്റൻസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ദിസ് മീൻസ് നമുക്ക് ജസ്റ്റ് ഇത് ഇന്ന ടെൻസ് ആണ് അല്ലെങ്കിൽ ഈ സെന്റൻസ് ഇന്ന ടെൻസ് ആണ് എന്ന് അറിയുന്നതിനപ്പുറം വി ഹാവ് ടു ഐഡന്റിഫൈ. നമുക്ക് എന്താ പറയാ ഒരു ടെൻസിന്റെ ഹെഡിങ്ങിന്റെ താഴെ കണ്ടാൽ മനസ്സിലാവുന്നതിനപ്പുറം യു ഹാവ് ടു ഐഡന്റിഫൈ അ സെന്റൻസ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ടെൻസ്. അപ്പൊ നമുക്ക് അത്രയും നല്ല രീതിയിൽ ടെൻസിനെ കുറിച്ചൊരു ഐഡിയ വേണം. ഓക്കെ, സോ വി ഹാവ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഹിയർ. 11 ചോദ്യമുണ്ട്. അതിൽ കുറച്ചൊക്കെ ഇതിൽ ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും 2-3 ഫില്ലപ്പ് ആണ്, ലൈക്ക് വി ഓൾറെഡി ഹാവ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ലെറ്റ്സ് സീ. ആദ്യത്തെ വിച്ച് സെന്റൻസ് ഇസ് in the simple present tense. Simple present tense ൽ ഏത് ക്വസ്റ്റ്യൻ ആണ്, ഏത് സെന്റൻസ് ആണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, they are asking about simple present tense. Okay, she was reading a book, she is reading a book, she reads a book every morning, അല്ലെങ്കിൽ she will read a book. അപ്പോ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം ഈറ്റ്സ്, സിറ്റ്സ് അങ്ങനത്തെ വേർബ് കൊടുത്തിട്ടുണ്ടാവും. സോ ഇവിടെ നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്താണ്, she reads a book every morning, which is option C. She reads a book every morning. ഇനി
അടുത്ത നോക്കാം. അടുത്ത നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വിച്ച് ഈസ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഒരു ING വേർഡ് അവിടെ ഉണ്ടാവും. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ING വേർഡ് അവിടെ ഉണ്ടാവും. അപ്പൊ തന്നെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോ ബിയും സിയും ആയി നമുക്കൊരു 50% ആൻസർ കിട്ടി. ഓക്കെ, ദേ വർ പ്ലേയിങ് സോക്കർ ആണോ, ദേ ആർ പ്ലേയിങ് സോക്കർ റൈറ്റ് നൗ ആണോ ആൻസർ? അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ ഇസ് ദേ വർ പ്ലേയിങ് സോക്കർ എന്ന് വരില്ല, ബിക്കോസ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ദേ ആർ പ്ലേയിങ് സോക്കർ റൈറ്റ് നൗ. ഓക്കെ, അടുത്ത് നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് ഇൻ ദ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഏതാണ്? I ate breakfast this morning ആണോ, I have eaten breakfast ആണോ, I will eat breakfast later ആണോ, I am eating breakfast now? ഇതിൽ ഏതാണ് ആൻസർ? സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ഓപ്ഷൻ ബി, which is I have eaten breakfast. I have eaten breakfast. അതാണ് ആൻസർ. ഓക്കെ, അടുത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കണ്ടുപിടിക്കാനാണ്. വാസ് സ്വിമ്മിംഗ് ആണോ, സ്വിംസ് എവറി ഡേ ആണോ, swam yesterday ആണോ, will swim tomorrow ആണോ? അപ്പൊ will swim tomorrow ഒന്നും അല്ല എന്ന് നമുക്ക് അറിയാം, കാരണം നമ്മൾ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതൊന്നും വരില്ല എന്ന് we already know. So your answer is she swam yesterday. She swam yesterday. ഇന്നലെ നീന്താൻ പോയി എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നീന്തി എന്നുള്ളത്. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്താണ്? Past continuous tense. So let's see the options. They are watching TV. They watched TV last night. They were watching TV when I arrived. They will watch TV later. TV later ഒക്കെ നിങ്ങൾക്ക് അറിയാം, അത് വരില്ല. Okay, അപ്പോൾ your right answer is option C, which is they were watching TV. They were watching TV when I arrived. They were watching TV when I arrived. Okay, അടുത്തത് past perfect tense ആണ്. Had left before he arrived ആണോ, left before he arrived ആണോ, അല്ലെങ്കിൽ will leave before he arrives ആണോ, is leaving before he arrives ആണോ? സോ നമ്മൾ past perfect tense ആണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ കാര്യമാണ്, പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞ കാര്യം അല്ലെ, നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ആയ ആക്ടിവിറ്റി ആണ്. അപ്പൊ എന്തായിരിക്കും വരിക? She had left before he arrived. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് ഫൈൻഡ് ഔട്ട് ദ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇവിടെ എന്താ നടക്കാൻ പോകുന്ന കാര്യമാണ്, സിമ്പിൾ ഫ്യൂച്ചറിന്റെ കാര്യമാണ് പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഈസി ഫ്രം ദി ഓപ്ഷൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, which is എന്താണ്? I will go to the store tomorrow. I will go to the store tomorrow. This is our right answer. അടുത്തത് ഫില്ലപ്പ് ആണ്. അടുത്ത് by the time we arrive the movie dash. നമ്മൾ പോകുമ്പോഴേക്കും എന്താണ്, മൂവി തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? we usually use this sentence അല്ലെ. The answer is option C, that is will have started. By the time we arrive the movie will have started. അടുത്തത് she dash her homework before she went out to play. ഹോംവർക്ക് ചെയ്തിട്ടാണ് പോവാറ് എന്നാണ്, എന്നും ചെയ്തിട്ടാണ് പോവാറ് എന്നാണ് പറയുന്നത്. സോ ദി ആൻസർ ഇസ് had finished. ഓപ്ഷൻ സി. അടുത്തത് I dash my friend tomorrow. ഞാൻ എന്റെ ഫ്രണ്ടിനെ നാളെ കാണും, കണ്ടിട്ടില്ല, നാളെ കാണും, അല്ലെങ്കിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നു എന്നല്ല പറയുന്നത്, നാളെ കാണും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും വരിക? will see. I will see my friend tomorrow. Okay, now the last question is to find out the future perfect continuous tense. ഞാൻ ഇതെല്ലാം വായിക്കുന്നില്ല, you can take your time and read it. ഇതിൽ ഏതാണ് future perfect continuous tense എന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ, will be an ing word in it അല്ലെ. ഇതിൽ ing വേർഡ് ഇല്ലാത്ത, വേർഡ്സ് ഇല്ലാത്ത എന്താണ്, എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ബിയും എലിമിനേറ്റ് ആയി, ഡിയും എലിമിനേറ്റ് ആയി. ഇനി എ അല്ലെങ്കിൽ സിയിൽ ഒന്നാണ് ആൻസർ. സോ ദ ആൻസർ ഇസ് I will have been waiting for you for 2 hours by the time you arrive. എന്താണ്? I will have been waiting for you
for 2 hours by the time you arrive. The answer is option A. I'm bad with this pencil. So the answer is option A. So this is how you do the questions for your exam. നിങ്ങളുടെ ടെൻസ് ഏതാന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഔട്ട് ദ ടേബിൾ. ആ ടേബിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത ടേബിൾ ആണ്. പറ്റുമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കീപ് ആ സെന്റൻസസ് ഒക്കെ ഒന്ന് മൈൻഡിൽ വെച്ചാൽ, ബൈ ഹാർട്ട് ചെയ്യണം എന്നല്ല, മൈൻഡിൽ വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സെന്റൻസസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഏതാ ടെൻസ് എന്ന് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ഡു ദ ടെൻസസ്.